വീണ്ടും വചനധ്യാനത്തിലേക്ക് സ്വാഗതം. കർത്താവിന് നന്ദി. ഇന്ന് കാലത്ത് നടക്കാനായിട്ട് പോയ സമയത്ത് ഞങ്ങളുടെ എൻ്റെ സുഹൃത്തും അയൽവാസിയുമായ റാഫേൽ ചേട്ടൻ ഓപ്പോസിറ്റ് വരിക. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരേ പള്ളിയിൽ വെച്ച് കാണും. ഇപ്പം ഇടയ്ക്കൊക്കെ കുശലം പറയും. അപ്പം ഇന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ കുറേ കാര്യങ്ങൾ പള്ളീനെ കുറിച്ചും ബൈബിളിനെ കുറിച്ചൊക്കെ ഞങ്ങൾ സംസാരിച്ചു. റാഫേലിയേട്ടൻ്റെ പ്രാർത്ഥന രീതികളെ കുറിച്ച്, അപ്പം എൻ്റെ പ്രാർത്ഥനയെ കുറിച്ചൊക്കെ ഞാൻ റാഫേലിയേട്ടനോട് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും ഒരു കാര്യം പറയണം, അതായത് ബൈബിളിൽ നമുക്ക് വേണ്ട എല്ലാം നമുക്കുണ്ട്, നമുക്ക് ആവശ്യമുള്ള എല്ലാം ബൈബിളിനകത്തുണ്ട് എന്ന് ഞങ്ങൾ രണ്ടുപേരും ആ കാര്യത്തിൽ ഞങ്ങൾ ഒരഭിപ്രായക്കാരായിരുന്നു. അപ്പോൾ എന്നെ തന്നെ ഞാൻ പരിശോധിക്കുമ്പോൾ എനിക്ക് തന്നെ എന്നെക്കുറിച്ച് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു ഒരു സ്വഭാവം. ഏഹ്, ഞാനൊരു ഞാൻ ഞാനെപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും. മറ്റുള്ളവർ പറയുന്നത് അധികം കേൾക്കാറില്ല. അതുമല്ല, ചിലപ്പോൾ അവർ പറയുന്നത് ഞാൻ ഏഹ്, ഖണ്ഡിക്കുകയും എന്നിട്ട് ഞാൻ സംസാരിക്കാൻ തുടങ്ങുകയൊക്കെ ചെയ്യും. അപ്പം എന്നെ തന്നെ ആകെ ലജ്ജിതനാക്കുന്ന എന്നിലെ ഒരു പോരായ്മയാണ് ഇത്. ഇത് ഇന്നലെ ഒന്നും തുടങ്ങിയിട്ടുള്ള ഒന്നുമല്ല. ആഹ് ഒരു 20 കൊല്ലം മുമ്പ് കമ്പനികൾ എന്നെ ലിസണിങ് സ്കിൽസ്, ആക്റ്റീവ് ലിസണിങ്ങിൻ്റെ ഒക്കെ ട്രെയിനിങ് പ്രോഗ്രാമിനൊക്കെ വിട്ടതാണ്. ഒരാഴ്ചയൊക്കെ ഒന്ന് പരിശ്രമിക്കും, അത് കഴിയുമ്പോൾ അതവിടെ വീണ്ടും പഴയ രീതികളിലോട്ട് എപ്പോഴും സംസാരിക്കുക. ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. അത് നമ്മളൊരു ട്രെയിനർ ആണെങ്കിൽ നമുക്ക് സംസാരിക്കുമ്പോൾ പൈസ കിട്ടും. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പേഴ്സണൽ ലൈഫ്, ഒരു നമ്മൾ ബന്ധുക്കളുടെ ഇടയിലും ചടങ്ങുകളിലും ഒക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ ഓഫീസിലൊക്കെ പോകുമ്പോൾ എപ്പോഴും ഒരു മിതമായി സംസാരിക്കുന്നതാണ് നല്ലത്. അപ്പം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ, ദിവസത്തിൻ്റെ അവസാനം ഞാൻ എന്നെ തന്നെ അവലോകനം ചെയ്യുമ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ഗുണമുള്ള എത്ര കാര്യങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ജൽപ്പനങ്ങൾ അത് എത്രയുണ്ടായി. അപ്പം ശരിക്ക് ഇന്ന് പറഞ്ഞ കാര്യങ്ങളിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, പഴയ പോലെ ഒന്നും അല്ല. കാരണം ബൈബിൾ നമ്മളിൽ പ്രവർത്തിക്കുന്നു, ക്രിസ്തുവിൻ്റെ വചനങ്ങൾ നമ്മളിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ കുറേ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ഉണ്ട്. എന്നിരുന്നാലും ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ, ആർക്കും ഒരു ഉപകാരമില്ലാത്ത കണ്ടമാനം കാര്യങ്ങൾ നാം എല്ലാവരും അറ്റ്ലീസ്റ്റ് ഞാൻ സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ കണ്ടുമുട്ടുന്ന ധാരാളം ആൾക്കാരും ഇത്രയ്ക്കൊരു ക്രോണിക് ആയിട്ടുള്ള പ്രോബ്ലം അല്ലെങ്കിലും അവരെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുക. മൗനമുള്ള വളരെ കുറച്ച് ആളുകളെ ഇന്ന് നമ്മുടെ സൊസൈറ്റികളിൽ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഞാൻ പലപ്പോഴും അവരെ അസൂയയോടെയാണ് നോക്കാറ്, അല്ലെങ്കിൽ കാണാറ്. അപ്പോൾ ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്ന നമ്മൾ, ക്രിസ്തുവിൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും ഒരു പാഴ്വാക്ക് എപ്പോഴെങ്കിലും വീണതായിട്ട് നമുക്ക് ആർക്കും അറിയില്ല. അപ്പം അതിൻ്റെ അർത്ഥം ക്രിസ്തു അനാവശ്യമായിട്ടൊരു പാഴ്വാക്ക് പറഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. എല്ലാം മനുഷ്യരാശിക്ക് ഉപകാരത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ക്രിസ്തു നമ്മൾക്ക് പറഞ്ഞ് പറഞ്ഞ് നൽകിയിട്ടുള്ളത്. നമ്മളങ്ങനെ നോക്കുമ്പോൾ, ഞാനപ്പോൾ ബൈബിൾ എടുത്ത് നോക്കി. ഇപ്പോൾ വളരെ എളുപ്പമാണല്ലോ, ഗൂഗിൾ എടുക്കുക, സെർച്ച് ചെയ്യുക,
ബൈബിൾ വേഴ്സസ്, ബൈബിൾ വചനങ്ങൾ, അതിൻ്റെ ഉള്ളിൽ നാക്ക് അല്ലെങ്കിൽ ടങ് എന്നുള്ള വാക്കുള്ള ബൈബിൾ വേഴ്സസിനെ കുറിച്ച് ഒരു ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ തപ്പ് എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ വരും. അപ്പം ആദ്യം വന്നിരിക്കുന്നത് 2 തിമോത്തി 2 മുതൽ 14 വരെ. കർത്താവിൻ്റെ ദാസൻ കലഹപ്രിയനായിരിക്കരുത്, ലൗകികമായ വ്യർത്ഥ ഭാഷണം ഒഴിവാക്കുക. കർത്താവിൻ്റെ ദാസൻ ആയിരിക്കരുത്, ലൗകികമായ വ്യർത്ഥ ഭാഷണം ഒഴിവാക്കുക. അതുപോലെ തന്നെ യാക്കോബ് 3-ാം അധ്യായം, നാവിൻ്റെ ദുരുപയോഗം. എൻ്റെ സഹോദരരെ, നിങ്ങളിൽ അധികം പേർ അതുപോട്ടെ. 2-ാം വാക്യം, നാം എല്ലാവരും പലവിധത്തിൽ തെറ്റ് ചെയ്യുന്നു. സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണ്ണനാണ്. തൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവന് കഴിയും. സംസാരത്തിൽ തെറ്റുപറ്റാത്തവന് അവൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവന് കഴിയും. നമ്മെ അനുസരിക്കുന്നതിനു വേണ്ടി കുതിരയുടെ വായിൽ കടിഞ്ഞാണിടുമ്പോൾ അതിൻ്റെ ശരീരം മുഴുവനെയും നാം നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. വളരെ വലുതും ശക്തമായ കാറ്റിനാൽ പായിക്കപ്പെടുന്നതുമായ കപ്പലുകളെ നോക്കുവിൻ. വളരെ ചെറിയ ചുക്കാനുപയോഗിച്ച് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് കപ്പിത്താൻ അതിനെ നയിക്കുന്നു. അതുപോലെ നാവ് വളരെ ചെറിയ അവയവമാണ്, എങ്കിലും അത് വൻപ് പറയുന്നു. ചെറിയ ഒരു തീപ്പൊരി എത്ര വലിയ വനത്തെയാണ് ചാമ്പലാക്കുക. നാവ് തീയാണ്, അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ്. നമ്മുടെ അവയവങ്ങളിലൊന്നായ അത് ശരീരം മുഴുവനെയും മലിനമാക്കുന്നു. നരകാഗ്നിയാൽ ജ്വലിക്കുന്ന ഈ നാവ് പ്രകൃതി ചക്രത്തെ ചുട്ടുപഴുപ്പിക്കുന്നു. എല്ലാത്തരം വന്യമൃഗങ്ങളെയും പക്ഷികളെയും ഇഴജന്തുക്കളെയും സമുദ്രജീവികളെയും മനുഷ്യൻ ഇണക്കിയിട്ടുമുണ്ട്. എന്നാൽ ഒരു മനുഷ്യനും നാവിനെ നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല. അത് അനിയന്ത്രിതമായ തിന്മയും മാരകമായ വിഷവുമാണ്. ഈ നാവുകൊണ്ട് കർത്താവിനെയും പിതാവിനെയും നാം സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ അതേ നാവുകൊണ്ട് ശപിക്കുകയും ചെയ്യുന്നു. ഒരേ വായിൽ നിന്ന് അനുഗ്രഹവും ശാപവും പുറപ്പെടുന്നു. എൻ്റെ സഹോദരരെ, ഇത് ഉചിതമല്ല. അരുവി ഒരേ ഉറവയിൽ നിന്ന് മധുരവും കയ്പും പുറപ്പെടുവിക്കുമോ? എൻ്റെ സഹോദരരെ, അത്തിവൃക്ഷത്തിന് ഒലിവ് ഫലങ്ങളോ മുന്തിരിവള്ളിക്ക് അത്തിപ്പഴങ്ങളോ പുറപ്പെടുവിക്കാൻ കഴിയുമോ? ഉപ്പിന് വെള്ളത്തെ മധുരീകരിക്കാനാകുമോ? അപ്പോൾ വ്യർത്ഥമായ വർത്തമാനം ഒന്നിനും ഉപകരിക്കുന്നില്ല. നാവ് വൻപ് പറയുന്നു. നാവിനെ നിയന്ത്രിക്കാൻ പഠിക്കുന്നവന് അവൻ്റെ ജീവിതത്തെ, അവൻ്റെ ശരീരത്തെയും അവൻ്റെ ജീവിതത്തെ തന്നെയും നിയന്ത്രിക്കാൻ സാധിക്കുന്നു. അപ്പം അനുദിനം നമ്മൾക്ക് നമ്മുടെ സംസാരത്തെ, നമ്മൾ സംസാരിക്കുന്ന രീതികളെ, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളെ എല്ലാം അളന്നു തൂക്കി വേണം നമ്മൾ ഉപയോഗിക്കാൻ. അപ്രകാരം നമ്മൾ ചെറുതാവുകയും ക്രിസ്തു നമ്മളിൽ വളരുകയും വേണം. നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കും വെറും വാക്കല്ല, മനുഷ്യർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ മാത്രം സംസാരിക്കുവാൻ നാം
പ്രയത്നിക്കണം, പരിശീലിക്കണം. അപ്രകാരം ക്രിസ്തുവിൻ്റെ കൃപ നമ്മളിൽ നിലനിൽക്കുകയും നമ്മൾ കൂടുതൽ തീഷ്ണതയുള്ളവരായി തീരുകയും ക്രിസ്തുവിൻ്റെ പ്രവൃത്തികൾ ചെയ്യാൻ കൂടുതൽ തീഷ്ണതയുള്ളവരായി തീരുകയും ചെയ്യും. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ്.